ഹായ് നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സൺഡേ എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ രാവിലെ പള്ളിയിലൊക്കെ പോയി. നിങ്ങളൊക്കെ നിങ്ങളുടെ ആരാധനാലയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റുകളോ സിനിമയ്ക്കോ ഒക്കെ പോയി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങളുടെ സൺഡേ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷമുള്ള ഞങ്ങളുടെ കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചു. ഇവിടെ ഇരുന്ന് തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഇലവന്തക്കയിലെ കിഡ്സ് ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു കാർ വാഷാണ്, ഓട്ടോ സ്പായുടെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ഇലവന്തക്ക ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ ഇല്ല, 1/2 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പെട്രോൾ പമ്പിന് തൊട്ടടുത്താണ്. ചെറിയതാണ്, 2 വണ്ടി ഒരുമിച്ച് കഴുകാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും നല്ല സർവീസാണ്. തന്നെയല്ല, ഞാൻ ഇതിനകത്തെ സൗകര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നല്ല സർവീസാണ്. നമുക്ക് വന്നിരിക്കാൻ ഇതുപോലെ റെസ്റ്റ് റൂമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു പ്രൊമോഷൻ വീഡിയോയോ ഒന്നുമല്ല, പക്ഷേ എനിക്ക് ഈ സ്പേസ് ഇഷ്ടമായതുകൊണ്ടും ഞാൻ കഴിഞ്ഞ മഴയുടെ വീഡിയോ ഒക്കെ ഇവിടെ അന്ന് ഞങ്ങൾ വണ്ടി കഴുകാൻ കൊടുത്തപ്പോഴാണ് ഞാൻ ആ മഴ ഷൂട്ട് ചെയ്തതിൻ്റെ ബാക്ക് സൈഡിൽ. നല്ലൊരു സ്പേസ്. നമുക്ക് പുറത്തിറങ്ങി നിന്ന് മഴയൊക്കെ ഉള്ളപ്പോൾ അങ്ങനെ ആസ്വദിക്കണമെങ്കിൽ അല്ലെങ്കിൽ അകത്തിരിക്കണമെങ്കിൽ AC ഉൾപ്പെടെ അല്ലെങ്കിൽ TV ഉൾപ്പെടെ നമുക്ക് എല്ലാ സൗകര്യമുണ്ട്. ഞാനിവിടെ ഇരുന്ന് എൻ്റെ വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഞാനിപ്പോൾ ഇത്രയും സമയം കൊണ്ട് ചെയ്ത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഇട്ട് തരാം. എല്ലാവരും ഫുള്ളായിട്ട് കാണണം. പിന്നെ ഞാൻ സാധാരണ പറയാറില്ല ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം എന്നൊക്കെ, പക്ഷേ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. കുറച്ച് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല, ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം കാണാം കേട്ടോ. സൺഡേ എങ്ങനെയാണ് ഉച്ച കഴിഞ്ഞ് പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നിപ്പം രാവിലെ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നു. ലഞ്ചൊക്കെ കഴിച്ചു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു. അതിനുശേഷം അതിനിടയ്ക്ക് തന്നെ നമ്മൾ ഈ വാഷിനിട്ടിട്ടുണ്ടായിരുന്നു. വാഷിനിട്ടത് കുറേയൊക്കെ ഉണങ്ങിയതൊക്കെ എടുത്തു വെച്ചു. പിന്നെ വീണ്ടും അടുത്ത ഒരു സെറ്റ് ഉണ്ടായിരുന്നു, ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാഷിനിട്ടു. അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് പല കളറുള്ളത് അങ്ങനെയൊക്കെ ഇട്ടു. ഇത് അത്യാവശ്യം നമ്മൾ ഡെയിലി വെയർ സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്തു, എല്ലാം മടക്കി വെച്ചു. അത് കഴിഞ്ഞ് ഇന്ന് മുറ്റം ഇലകൾ, ഡ്രൈ ലീവ്സ് എല്ലാം കുറേ വീണ് കിടക്കുന്നതെല്ലാം ഇന്ന് കൂട്ടിയിട്ട് കത്തിക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം നമുക്ക് നാളെ രാവിലെ പുല്ല് ഇത് വെട്ടാൻ, ട്രിം ചെയ്യാൻ ആൾക്കാർ വരും. അപ്പം അവരെ ഓൾറെഡി നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അതിന് മുന്നേ ഇലകളെല്ലാം ഒന്ന് കൂട്ടിയിട്ട് കത്തിക്കണം. പിന്നെ കുറേ വുഡൻ പീസസൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു മരം വെട്ടിയിട്ട് കുറേ നാളായിട്ട് അങ്ങനെ കിടക്കുന്നു. സമയം കിട്ടാത്ത കാരണം കൊണ്ട്, ഓരോരോ തിരക്കുകൾ കാരണം കൊണ്ടൊക്കെ മാറ്റി വെച്ചാണ്. ഈ വർഷം പരമാവധി കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഞാൻ പുല്ലാണെങ്കിലും കുറേശ്ശെ നമുക്ക് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു ആളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളും ചെയ്ത ആൾക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലയെന്ന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു. എനിക്ക് ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുതൽ നമുക്ക് തന്നെ ചെയ്യാമെന്ന്. ഞാൻ ക്ലിയോയുടെ മാറ്റാണ്. അതിപ്പോൾ വാഷ് ചെയ്തിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല വെയിലുള്ള കാരണം പെട്ടെന്ന് തന്നെ ഉണങ്ങി. ഡോർമാറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഉണങ്ങി കിട്ടി, അതെല്ലാം എടുത്തു. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്ത് തീർത്തിട്ട് വേണം പെട്ടെന്ന് വണ്ടി വാഷിന് കൊടുക്കണം. അതുകൊണ്ട് ശരപടേ എന്ന് ഇറങ്ങി. അപ്പോൾ എങ്ങോട്ട് പോയാലും വേറെവർ ഐഗോ പാപ്പു എൻ്റെ പിന്നാലെ തന്നെ വരും. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി യുദ്ധത്തിന് ഇറങ്ങാമെന്ന് വെച്ചു. അപ്പം മമ്മിയും കിച്ചൺ വേസ്റ്റൊക്കെ കൊണ്ട് കളയുകയും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ എനിക്കെന്തായാലും ഒരു മുനിസിപ്പാലിറ്റി ബ്രൂം കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുമായിരുന്നു ഇങ്ങനെ ഒരെണ്ണം വാങ്ങിക്കണം. ഇതാകുമ്പോൾ കുറച്ച് ഈസിയാണ്. മറ്റേത് ബെൻഡ് ചെയ്തിട്ട് കുമ്പിട്ട് നിന്നിട്ട് അടിച്ചു വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയപ്പോൾ അവിടെ ഒരു ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടു, പക്ഷെ വാങ്ങാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇവിടെ നാട്ടിൽ വന്നിട്ട് പത്തനംതിട്ട എങ്ങോട്ട് ഇറങ്ങിയാലും ഞാൻ എല്ലാ ഷോപ്പിലും നോക്കിയപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ പലയിടത്ത് കയറി ചോദിച്ചു. അപ്പോൾ ഈ ഒരു ടൈപ്പ് ആർക്കും ഇല്ല. പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്, പക്ഷേ ഈർക്കിൽ കൊണ്ടുള്ള സാധാ ബ്രൂമിൻ്റെ തന്നെ ഇങ്ങനെ വലിയ ഹാൻഡിൽ വെച്ചത് ഭയങ്കര ബുദ്ധിമുട്ടെങ്ങും ഇല്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ഒരു കടയിൽ കണ്ടു, ഓമലൂർ സൈഡിൽ. അപ്പം തന്നെ ഞാൻ നിർത്തി. പുത്തമ്പേടിയിലൊരു ഷോപ്പിന് കണ്ടു. അവിടെ ആകെ 3 എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ 3 അങ്ങ് വാങ്ങി. കാരണം എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം ഈർക്കിലായതുകൊണ്ട് പെട്ടെന്ന് പോവുകയും ചെയ്യുമല്ലോ, ഒരുപാട് കാലം നിൽക്കില്ല. അപ്പം അങ്ങനെ അതൊക്കെ വാങ്ങിയതുകൊണ്ട് എനിക്ക് ഈ പ്രാവശ്യം അടിച്ചു വാരാനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. പ്രത്യേകിച്ച് ഡ്രൈ ലീവ്സ് പുല്ലൊക്കെ ഞാൻ കുറേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെട്ടിയിട്ടതും എല്ലാം എനിക്ക് അടിച്ചു വാരി കൂട്ടാൻ ഭയങ്കര എളുപ്പമായിരുന്നു. അങ്ങനെ അത് ഞാനും കുറേ പിന്നെ റോണിയായിട്ട് ഞങ്ങൾ 2 പേരുടെ ഷെയർ ചെയ്ത് അതൊക്കെ ഇട്ടു. പിന്നെ ഇതിനിടയ്ക്ക് ക്ലിയോ അവിടെ സിറ്റ് ഔട്ടിലുണ്ട്. ക്ലിയോനെ പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ല.
ക്ലിയോനെ ലീഷില്ലാണ്ട് പുറത്തിറക്കിയ ക്ലിയോ ഇപ്പം ഓടി അങ്ങ് പോകലാണ് ക്ലിയോൻ്റെ ഒരു സ്വഭാവം. ഒന്നാമതേ ഇന്ത്യൻ നാടൻ ബ്രീഡ് ആയതുകൊണ്ട് അവൾ നമ്മൾ എത്ര പറഞ്ഞാലും അവൾക്ക് ഭയങ്കര കുസൃതിയും ഭയങ്കര ആക്റ്റീവാണ്, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണെന്ന് പറയാം. അപ്പം നാട് മുഴുവൻ ഓടി, ആ പഞ്ചായത്ത് മുഴുവൻ ഓടിയിട്ടേ പിന്നെ തിരിച്ചു കയറുള്ളൂ. പ്രത്യേകിച്ച് ഇപ്പം എല്ലാവർക്കും നമ്മുടെ ഇഞ്ചക്ഷൻ കൊടുത്താണെങ്കിലും നമ്മുടെ പെറ്റാണെങ്കിലും നാട്ടുകാർക്ക് അങ്ങനെ അല്ലല്ലോ. അപ്പം എന്നും എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, നമ്മളുടെ ഡോഗ്സിനെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടോ ആരെങ്കിലും കടിക്കുകയോ ഒന്നും ചെയ്യലേന്ന്. നമുക്കിപ്പോൾ 2 കടി കിട്ടിയാലും നമ്മൾക്ക് സഹിക്കാം, പക്ഷേ മറ്റുള്ളവർക്ക് അവരെ കൊണ്ടൊരു ശല്യമാകലേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തീർത്തും വിടുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവള് അല്പം കുസൃതി കൂടുതൽ കാണിച്ചു. തൊട്ടടുത്ത അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് ബ്രൂം റോണി വാങ്ങി. അതുകൊണ്ട് പിന്നെ റോണിച്ചായൻ പിന്നെ ബാക്കി കുറേയൊക്കെ അടിച്ചു വരാൻ സഹായിച്ചു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ ആ ജോലികളെല്ലാം അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം അടിച്ച് വാരി കൂട്ടി തീയിടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ 2 സൈഡിലും മരങ്ങളും ഇതൊക്കെയുള്ള കാരണം കൊണ്ട് നമ്മളെന്നും അടിച്ച് വാരിയെങ്കിൽ തന്നെ നിറയെ ഇലകൾ വീണ് കിടക്കും. പിന്നെ പുല്ലാണെങ്കിലും ഈ ഇടയിലെല്ലാം മഴയുള്ള കാരണം നമ്മൾ പുല്ലെല്ലാം വൃത്തിയാക്കി ഇട്ടാലും വീണ്ടും വീണ്ടും വേഗം അങ്ങ് തഴച്ച് വളരുകയാണ്. പിന്നെ നമുക്ക് നന്നായിട്ട് ചെയ്തു തരാൻ ആൾക്കാരെ കിട്ടുന്നത് കുറവായതുകൊണ്ടും നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് സമയമുള്ളപ്പോഴും ആരോഗ്യമുള്ളപ്പോഴും കുറേശ്ശൊക്കെ ഞങ്ങൾ വൃത്തിയാക്കും. പിന്നെ പപ്പ വന്ന് ഇടയ്ക്ക് സഹായിച്ചു തരും. പപ്പ വന്ന് ചെയ്യുമ്പം കുറേ ഏരിയ ഒന്നിച്ച് നന്നായിട്ട് മൺവെട്ടി കൊണ്ട് നല്ലതായിട്ട് ചെത്തി വൃത്തിയാക്കി ഒക്കെ തന്നിട്ട് പോകും. അത് ഞങ്ങൾക്ക് സത്യത്തിൽ ഭയങ്കര ഒരു ആശ്വാസമാണ്. പിന്നെ പപ്പയ്ക്ക് ഇപ്പം പ്രായമായി മിക്ക ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടും മേലായിയൊക്കെ കാണും. അപ്പം പിന്നെ പപ്പേനെ കൊണ്ടും നടക്കുന്നില്ല കാര്യമായിട്ട്. അങ്ങനെ അതുകൊണ്ട് നമുക്കിപ്പോൾ ആകെ ഒരു വനം പോലെ കിടക്കുകയാണ്. നന്നായിട്ട് ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കിയതാണ്. ഞാൻ പറഞ്ഞില്ലേ കുറേ മരം മുറിച്ചിട്ടതിൻ്റെ വിറക് കഷ്ണങ്ങളും അല്ലാതെ തടി പീസുകളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയതൊക്കെ നന്നായിട്ട് ഉണങ്ങിയതുകൊണ്ട് സിമ്പിളായിരുന്നു, എനിക്കങ്ങ് ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ വിചാരിച്ചു ചെറിയ കഷ്ണങ്ങളൊക്കെ താഴെ മമ്മിക്ക് കൊണ്ട് കൊടുത്താൽ മമ്മി അവിടെ കുളിക്കാനുള്ള വെള്ളം എല്ലാം ചൂടാക്കുന്ന അടുപ്പിൽ തീ കത്തിച്ചിട്ടാണ്. അപ്പോൾ അവിടെ അതെല്ലാം ചിലവായിക്കോളും. പിന്നെ കുറേ വലിയ പീസ് ഉണ്ടായിരുന്നു. എന്തായാലും പപ്പ അതൊരു മരം മുറിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് മറ്റേ കൊണ്ട് കട്ട് ചെയ്യിപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതൊക്കെ എടുക്കാൻ എളുപ്പമായിരുന്നു. ഇത് കുറച്ച് നീളമുള്ളതുകൊണ്ട് അത് ഞാനിങ്ങനെ വലിച്ചുകൊണ്ട് പോയി കുരിശും ചുമന്നുകൊണ്ട് പോകുന്ന മാതിരി വലിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടിട്ടു. അതങ്ങോട്ട് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അതും താഴെ പപ്പേൻ്റെ അടുത്ത് കൊണ്ട് ഇടണം. പിന്നെ ഇത് സിമ്പിളാണെന്ന് വിചാരിച്ചാണ് തുടങ്ങിയത്. പക്ഷേ പിന്നീടുള്ള പീസൊക്കെ എടുക്കാൻ നല്ല ഭാരം ഉണ്ടായിരുന്നു. എങ്കിലും പിന്നെ തുടങ്ങിപ്പോയി. പിന്നെ അതവിടെ കിടന്നു കഴിഞ്ഞാൽ നാളെ പുല്ല് വെട്ടുന്ന ആൾക്കാർക്ക് അവിടെ പിന്നെ തടസ്സങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഉള്ളിലെ പുല്ലൊക്കെ ചിലപ്പോൾ അവർ വെട്ടാണ്ട് പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനതെല്ലാം എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. 2 കാറ്റാടി മരങ്ങളുണ്ടായിരുന്നു. അത് രണ്ടും നമ്മൾ JCB വെച്ച് പറമ്പെല്ലാം ക്ലീൻ ചെയ്ത് ഉഴുത് മറിച്ച് മണ്ണെല്ലാം ഇളക്കിയിട്ട കൂട്ടത്തിൽ ആ 2 മരങ്ങളും കൂടെ നമ്മൾ പിഴുത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് ആവശ്യമില്ലാതെ അവിടെ ഒരു സ്പേസ് കളയുന്ന പോലെ. പക്ഷേ അത് അവിടെ നിന്ന ഒരു മതിലിന് ചെറിയൊരു ബൗണ്ടറി അവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ മുറ്റവും പറമ്പുമായിട്ട്. ആ ബൗണ്ടറി വാൾ അത് കാരണം പൊളിഞ്ഞു വീണു. പിന്നെ അതിനുശേഷം അതങ്ങനെ ഒക്കെ പിന്നെ കട്ട് ചെയ്യിപ്പിച്ച് ഇടിയിച്ചെങ്കിലും പച്ച മരമാകുമ്പോൾ ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ നമുക്കതൊന്നും എടുക്കാനുള്ള ഇതില്ലാത്ത കാരണം കൊണ്ട് അവിടെ ഇട്ടിരുന്നു. എപ്പോഴെങ്കിലും നമ്മൾ തന്നെ മെല്ലെ ചെയ്യാം എന്നുള്ള ഇതിൽ അങ്ങനെ ഇട്ടു. ഞങ്ങൾ പിന്നെ ഒരുപാട് യാത്രകളും ഓരോരോ തിരക്കുകളും വന്നിട്ട് ഒന്നും ചെയ്യാൻ നടന്നില്ല. അതിൻ്റെ കൂടെ നമ്മൾ അല്ലാതെയും ഞാൻ ഓൺലൈനായിട്ട് എൻ്റെ സാരി ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് അതിനും സമയം കണ്ടെത്തണം. അതുമാത്രമല്ല ഞാൻ വേറെ ചില കൃഷി തന്നെ വേറെ ചില കാര്യങ്ങളും കൂടെയൊക്കെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ മെല്ലെ നിങ്ങൾക്ക് പറഞ്ഞും കാണിച്ചൊക്കെ തരാം. അങ്ങനെ പല കാര്യത്തിലും ബിസി. പിന്നെ വീട്ടിലെ കാര്യങ്ങളും ചെയ്യണം. പിന്നെ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ കാര്യം നോക്കണം. കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ഡോഗ്സ് ഉണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കണം, അവർക്ക് ഭക്ഷണം കൊടുക്കണം. പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ എല്ലാം എവിടെ പോയാലും റോണിച്ച നാട്ടിലുണ്ടെങ്കിൽ പിന്നെ അച്ചാച്ചൻ്റെ കൂടെ ഞാൻ പോകണം. അപ്പോൾ എന്നെ കൊണ്ടുപോയി എവിടെ പോയാലും പറയും മോളും കൂടെ വാന്ന്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണ് എവിടെ ആണെങ്കിലും പോകുന്നത്. അപ്പോൾ അതെല്ലാം എൻ്റെ ടൈം അങ്ങനെ പോകുന്ന കാരണം കൊണ്ട്
എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. എങ്കിലും ഇടയ്ക്കൊക്കെ വന്ന് പപ്പ തെളിച്ച് തരുന്നതുകൊണ്ടാണ് കുറേ ഭാഗങ്ങളൊക്കെ തെളിഞ്ഞ് കിടക്കുന്നത്. പിന്നെ പപ്പയ്ക്ക് വയ്യാണ്ടായി, പിന്നെ അങ്ങനെ കിടപ്പൊന്നും അല്ലെങ്കിലും പപ്പയ്ക്ക് ഇടയ്ക്കൊക്കെ ഓരോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടാണെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലി ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. ഭയങ്കര പവറാണ് കാണിക്കുന്നത്. പക്ഷെ നല്ല എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നല്ല വെയിറ്റ് കുറവുണ്ടായിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ. കാരണം പച്ചയോടെ വെട്ടിയിടുമ്പോൾ ഉള്ള ഭയങ്കര ഭാരമൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് എടുക്കാൻ നല്ല ഹെവിയുമായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ അങ്ങ് എടുത്തു. കാരണം കുറച്ച് എക്സസൈസ് നമുക്ക് വേണമല്ലോ. ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വെയിറ്റ് ഇടാണ്ട് നമുക്ക് എക്സസൈസ് ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് നല്ല ഹെവി ആയിട്ടുള്ളതിനൊക്കെ ഞാനിങ്ങനെ ഉരുട്ടി മറിച്ചിട്ട് ഒക്കെ ഇങ്ങ് എത്തിച്ചു. പിന്നെ ലാസ്റ്റ് കുറച്ചുകൂടെ വലിയ ഭാരിച്ച കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുമാതിരി ജോലിയൊക്കെ ഒന്ന് തീർത്തിട്ട് വേഗം തന്നെ ഞങ്ങൾ വണ്ടി വാഷിന് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. അപ്പോൾ പപ്പയുടെ മമ്മിയുടെ അവിടെ കാർ പോർച്ചിലാണ് നമ്മൾ നമ്മുടെ പിശാക്ക് ഇടുന്നത്. അപ്പോൾ അവിടെ ചെന്നു, വണ്ടി എടുത്ത് വേഗം തന്നെ ഇറങ്ങി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്ഥലം. ഞങ്ങൾ എലവന്തിട്ടയാണ്, പത്തനംതിട്ട ജില്ലയിലെ എലവന്തിട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ വീട്. ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ നാടാണിത്, ഞങ്ങളുടെ ചെറിയ ഗ്രാമം എലവന്തിട്ട. ഭാഗ്യവശാൽ ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ തന്നെ താമസിക്കാനുള്ള അവസരം ജീവിതത്തിലുണ്ടായെന്ന് പറയാം. ഞങ്ങൾ കോഴിക്കോട് ആണ് റോണിച്ചാൻ്റെ വീട്. അപ്പോൾ അവിടെ ഞങ്ങൾ വീടൊക്കെ വെച്ചതാണ്, അവിടെ വീടൊക്കെ ഉണ്ട്. പക്ഷേ അതിനിടയ്ക്കാണ് ഇങ്ങനെ ഇവിടെ ചേച്ചിയുടെ വീടാണ് ആ താഴെ പപ്പയും മമ്മിയുള്ള വീട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഇങ്ങനെ വീട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം പപ്പേൻ്റെ ഒരു ആഗ്രഹപ്രകാരവും നിർബന്ധപ്രകാരവും ഒക്കെ നമ്മൾ ആ വീട് വാങ്ങി. അങ്ങനെ ഞങ്ങൾ ആഫ്രിക്കയിൽ പോയപ്പം നമ്മുടെ കാലിക്കറ്റ് വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ടാണ് പോയത്. അപ്പം അതുകൊണ്ട് നമുക്ക് തിരിച്ച് എന്താ പറയുക, നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകാതെ ഇവിടേക്ക് വന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ എന്താ പറയുക, എൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കാനൊരവസരം കിട്ടി. അപ്പം ഇതാണ് എൻ്റെ എലവന്തിട്ട ടൗണിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ പാസ് ചെയ്തത്. അപ്പോൾ അവിടുന്ന് പന്തളത്ത് പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ വാഷിന് കൊടുക്കുന്ന സ്ഥലം. അപ്പോൾ അവിടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഒരു എന്താ പറയുക, കാർ വാഷ് സ്ഥലമാണത്. 2 കാറൊക്കെ അറ്റ് എ ടൈം വാഷ് ചെയ്യാനുള്ള സ്പേസ് ഉള്ളൂ. പക്ഷേ നല്ല സർവീസാണ്. എന്താ പറയുക, അവർ പറയുന്ന ആ ടൈമിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ വേഗം ചെയ്തിട്ട് പോകാം. ഇന്നിപ്പം നമ്മൾ വന്നപ്പോൾ ഓൾറെഡി അവിടെ 2 വണ്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. 2 വണ്ടി കഴുകുന്നുണ്ടായിരുന്നു. കണ്ടോ, അവിടെ നിന്ന് നമുക്ക് ഇരിക്കാനുള്ള സ്പേസൊക്കെ നല്ല നീറ്റാണ്. ഇങ്ങനെ ഒരു സ്റ്റെയർ കയറി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു കോർണർ സോഫ സെറ്റൊക്കെ ഉണ്ട്. പിന്നെ ചെയറുണ്ട്. അതിനകത്ത് അത്യാവശ്യം ഫർണിഷ്ഡാണ്. TV വേണമെങ്കിൽ TV ഉണ്ട്, AC ഇട്ടിരിക്കണമെങ്കിൽ AC ഇട്ടിരിക്കുക. ഇനി അതിപ്പോൾ വേണ്ട ഫാൻ വേണമെങ്കിൽ ഫാനുണ്ട്. അവിടെ ഇരുന്നാൽ നമ്മുടെ കാർ വാഷ് ചെയ്യുന്ന സ്ഥലവും നമുക്ക് കാണാം. പ്രകൃതി വേണേൽ പ്രകൃതി കാണാം. ഒരു സൈഡിൽ നോക്കിയാലും മറ്റേ സൈഡിൽ നോക്കിയാൽ റോഡ് കാണാം. ഇപ്പോൾ വണ്ടി താഴെ ഇവിടെ ഉണ്ട്. അച്ചാച്ചന അതിൻ്റെ അകത്ത് സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് അവർക്ക് ചാവി കൊടുക്കാൻ. അങ്ങനെ വണ്ടി വാഷിന് കൊടുത്തു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എൻ്റെ വീഡിയോയുടെ എഡിറ്റിങ്ങും കാര്യങ്ങളും വീട്ടിൽ തൊട്ട് എടുത്ത് വെച്ച വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനൊക്കെ ഞാൻ അവിടെ ഇരുന്നു. ആ സമയത്ത് റോണിച്ച ആ വീഡിയോ ഒക്കെ എടുത്ത് സഹായിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ റിലിൽ കൂടെ കാണാം. അപ്പോൾ ആ സമയം കൊണ്ട് അവർ നമ്മുടെ വണ്ടി എടുത്തു, ക്ലീൻ ചെയ്യാനെടുത്തു. നല്ല സർവീസാണ് കേട്ടോ. വളരെ ചെറിയ പൈസ ആവുന്നുള്ളൂ. പക്ഷേ ആ വണ്ടിയുടെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും അതിൻ്റെ വാക്വം ഇട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല പുതുക്കി തരും കേട്ടോ. ഓട്ടോ ആണെങ്കിലും ചെറിയ വണ്ടികൾ വലിയ വണ്ടികൾ എല്ലാവരും വന്നിട്ട് അവിടെ നിന്ന് ചെയ്യിപ്പിക്കാറുണ്ട്. എപ്പോഴും നല്ല തിരക്കാണ്. നിങ്ങൾ വിളിച്ചിട്ട് വരുവാണെങ്കിൽ അവർ ഫ്രീ ആയിട്ടുള്ള ടൈം പറയും. ആ സമയത്ത് വരുവാണെങ്കിൽ നന്നായിട്ട് നിങ്ങളുടെ വണ്ടി സർവീസ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ വന്നപ്പോൾ കിടന്ന വണ്ടികളൊക്കെ പോയി ആ ഒരു സ്ലോട്ടിലേക്കാണ് നമ്മുടെ വണ്ടി കയറ്റിയത്. അങ്ങനെ അവരവിടെ തകർത്ത് കുറേ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാനൊക്കെ. പിന്നെ എൻ്റെ നാട്ടുകാരനാണ് അതിൽ ഉള്ള ഒരാൾ. പിന്നെ അതിൽ ഒരുപാട് ആൾക്കാർ കാണും കേട്ടോ. എനിക്ക് എല്ലാവരെയും ഒന്നും ചെറുപ്പത്തിലൊക്കെ കണ്ടുകൊണ്ട് ആരെയും അങ്ങനെ മുഖപരിചയമൊന്നുമില്ല. എങ്കിലും കാണുന്ന സ്ഥലങ്ങളിലൊക്കെ സംസാരിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിക്കും. അങ്ങനെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ പിന്നെ ഇറങ്ങി. അപ്പോഴത്തേക്കും രാത്രിയായി. പകലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ എനിക്ക് കടയിൽ കയറണമായിരുന്നു. മുട്ടയും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. മുട്ടയും കുറച്ച് കടലയും ഒക്കെ വാങ്ങിയിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തണമെന്നേ ഉള്ളായിരുന്നു. അങ്ങനെ വേഗം തന്നെ ആ പരിപാടിയൊക്കെ തീർത്തി നമ്മൾ വീട്ടിലേക്ക് വന്നു.
ഇതായിരുന്നു ഇന്നത്തെ ഒരു എന്താ പറയുക ഉച്ചയ്ക്കൊരു 2 മണി തൊട്ടുള്ള 2 മണി തൊട്ട് ഒരു 7 മണി വരെയുള്ള 7:30 വരെയുള്ള സംഭവങ്ങളെല്ലാം ഇതിലുണ്ട്. ഇതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഇന്നത് ചെയ്തു. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. എനിക്ക് എന്താണ് വീടിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്തു, പാത്രങ്ങൾ കഴുകി, ഡിന്നർ ഉണ്ടാക്കി, അതൊന്നും തന്നെ കാണിച്ചില്ല, സമയവും ഇല്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാം കണ്ടോ, ഇഷ്ടമായോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനങ്ങ് വൈൻഡപ്പ് കൂടെ ചെയ്യാണ്. ഇവിടെ നിന്ന് തന്നെ എല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പണികൾ അത്രയും നിങ്ങൾ കണ്ടല്ലോ. ആ ജോലിയെല്ലാം ചെയ്തിട്ട് ഓടി വന്നിട്ടാണ് നമുക്ക് ഇവിടുത്തെ ടൈമിനുള്ളിൽ എത്താൻ വേണ്ടിയിട്ട് ഓടി വന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ലേറ്റായി. ഇനി തിരിച്ചു പോയിട്ട് ഡിന്നർ ഉണ്ടാക്കണം. വേറെ കുറേ പണികളുണ്ട്. വീടിൻ്റെ ഉൾഭാഗങ്ങൾ കുറച്ച് ക്ലീനിങ് ഉണ്ട്. തന്നെ രാവിലെ ഞങ്ങൾ 3 ആൾക്കാർ പോവാണ്. പാപ്പുവിനെ ക്ലിയോനെ വീട്ടിൽ ഇട്ടിട്ട് ഞങ്ങൾ 3 പേരും പോവാണ്. വൈകിട്ട് നമ്മുടെ കൂടെ ഗസ്റ്റും ഉണ്ട് വീട്ടിലേക്ക് വരാൻ. അപ്പോൾ ഇന്ന് അതിന് മുന്നായിട്ട് വീട്ടിലേക്ക് കുറച്ച് അടുക്കി പെറുക്കി കാര്യങ്ങളെല്ലാം വെക്കണം. അങ്ങനെ പെൻഡിങ് കിടക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമുക്ക് നേരത്തെ കിടന്ന് ഉറങ്ങുകയും വേണം. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരുന്ന് ഈ വീഡിയോ കൂടെ എടുക്കുകയാണ്. ബാക്കിയെല്ലാം ഞാൻ പിന്നാലെ അപ്ലോഡ് ചെയ്യാം. നാളെ അവിടെ കല്യാണത്തിന് പോകുമ്പോൾ കഴിയുവാണെങ്കിൽ ലൈവിൽ വരാം. അപ്പോൾ എല്ലാവരും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.